എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട്ടിൽ ഫാമിൽ നിന്ന് കിട്ടിയ കുറച്ച് നാളികേരം ഡീഷെല്ലിങ് അല്ലെങ്കിൽ അതിൻ്റെ ചകിരി പൊളിച്ച് മാറ്റി അതിൻ്റെ ഉള്ളിലെ ഹാർഡായിട്ടുള്ള സീഡ് എടുത്തിട്ട് നാളെ കൊണ്ടുപോയി അതൊരു വാങ്ങുന്ന സ്ഥലത്ത് കൊടുത്ത് അതിൻ്റെ പണം വാങ്ങണം. അതിനുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്താണത് ചെയ്യുന്നത്. ഒരു മെറ്റലിൻ്റെ നാളികേരം പൊളിക്കുന്ന ഒരു ചെറിയ ടൂള് അത് ഉപയോഗിച്ചിട്ടാണ് അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 300 നാളികേരം കാണും. അതിൽ കുറേ ഉണങ്ങിയതുണ്ട്, കുറച്ച് പച്ചയുണ്ട്. കൂടുതൽ ഉണങ്ങിയതാണ്, വീണ് കിട്ടിയതാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് ചാക്കിലാക്കി നാളെ രാവിലെ ഒരു ഓട്ടോ പിടിച്ച് കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങണം. നാളികേരത്തിൻ്റെ വിലയൊക്കെ അല്പം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 മാസം മുമ്പേ നല്ല വില ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു പോയി. ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന് കൊടുത്ത പണം വാങ്ങിക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് നാളികേരം പൊളിക്കുന്നതാണ്. പൊളിച്ച് 2 സൈഡിലേക്ക് മാറ്റിയിടുകയാണ്. 4 സെക്ഷൻ വരുന്നുണ്ട്. പൊളിക്കാത്ത നാളികേരം ഒരു സെക്ഷൻ, പൊളിച്ച് കഴിഞ്ഞ് വലത്തെ ഭാഗത്ത് കിടക്കുന്നത് നല്ല നാളികേരം, കുലുക്കിയാൽ ഉള്ളിൽ വെള്ളമുള്ളത്, അത് വെട്ടിത്തൂക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വെള്ളമുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ചകിരി, പൊളിച്ച ശേഷം കിട്ടുന്ന ചകിരിയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി മറ്റൊരു സെക്ഷനും കൂടിയുണ്ട്, 4ാമത്തെ. അത് ഉണങ്ങിയതാണ്, നല്ല ഉണങ്ങി ഡ്രൈ ആയി വെള്ളമില്ലാത്തതാണ്. അത് കുലുക്കിയാൽ അത് കുടുകുടുന്ന് കുടുങ്ങും. അത് കൊപ്പരയാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് സെപ്പറേറ്റ് കൊടുക്കണം. അതിന് വില കൂടുതലുണ്ട്. വെള്ളമുള്ളതിന് വെട്ടിത്തൂക്കം സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടും. അതിനേക്കാൾ കൂടുതൽ വില പൂർണ്ണമായിട്ട് ഉണങ്ങി വരട്ട് നാളികേരം എന്ന് പറയും, അല്ലെങ്കിൽ കൊപ്പര എന്ന് പറയും. അത് നാച്ചുറലായിട്ട് നമ്മൾ നാളികേരം വെട്ടി ഉണക്കി കൊപ്പരാക്കിയതല്ല, നാച്ചുറലായിട്ട് നാളികേരം ഉണങ്ങി വരുന്ന വരട്ട് നാളികേരം. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇട്ടുള്ളത്. അപ്പം അങ്ങനെ 4 സെക്ഷൻ തിരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം അത് ചെയ്തു തരുന്നത്. അപ്പോൾ ഒരു 2 to 3 hours വർക്ക് ഉണ്ടാവും. ഒരു മണിക്കൂർ കൊണ്ട് ഒരു 100 എണ്ണം ഏകദേശം അദ്ദേഹം പൊളിക്കും. ഇപ്പോൾ ഒരു 300 എണ്ണത്തിന് മേലെയുണ്ട് പൊളിക്കാൻ. ഏകദേശം ഒരു 3 hours വരും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതെല്ലാം എണ്ണിക്കെട്ടി ചാക്കിലാക്കി റെഡിയാക്കി വയ്ക്കും. നാളെ രാവിലെ, തിങ്കളാഴ്ച രാവിലെ അത് കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ പണം വാങ്ങണം. ഇതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം എങ്ങനെയാണത് പൊളിക്കുന്നതെന്നുള്ളത്. ആ മുനയിൽ ആദ്യം പ്രസ് ചെയ്ത് അമർത്തി ഇറക്കിയിട്ട് അതിൻ്റെ ലിവർ വലിക്കും. റൈറ്റ് സൈഡിലൊരു ലിവറുണ്ട്. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് പുതിയ യന്ത്രമൊന്നുമല്ല, എല്ലാ വീടുകളിലും ഉള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ആ ലിവർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ചകിരി ആ ഭാഗം അടരും. അങ്ങനെ 2, 3, 4 പീസായിട്ട് അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും ഈ സാധനം കാണും. തന്നെ എല്ലാ വീട്ടിലും നാളികേരം പൊളിക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന മറ്റ് രാജ്യങ്ങളിലുള്ളവർ അവർക്ക് ചിലപ്പോൾ ഇത് പുതുമയുണ്ടായിരിക്കും. ഇങ്ങനെ നാളികേരം പൊളിക്കുന്ന, ചിലപ്പോൾ നാളികേരം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് പലതും. അപ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു പുതുമ ഉണ്ടാവും അതിൽ. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടുകാരെ ഉദ്ദേശിച്ചല്ല, കാരണം നിങ്ങൾക്കൊക്കെ അത് അറിയാം. എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒരുപാട് ഫോറിൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുണ്ട്. റഷ്യ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, അങ്ങനെ പല സ്ഥലത്തു നിന്നുണ്ട്. അവരുടെ മെസ്സേജുകൾ എനിക്ക് കിട്ടാറുണ്ട്, പലതിനെ പറ്റി കമൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ചില രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇത് വലിയ പുതുമയായിരിക്കും, അത്ഭുതമായിരിക്കും. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കിടയിലൊന്ന് ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതെ ചെയ്യണം എന്നൊരപേക്ഷയുണ്ട്. സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് അഗ്രികൾച്ചർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 75 വീഡിയോസ് ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷോർട്സ് ഉണ്ട്. ഷോർട്സൊക്കെ ജസ്റ്റ് പല വകയാണ്, മിക്സാണത്, പലതരം. അതിലൊരുപാട് AI വീഡിയോസ് ഉണ്ട്. പലതും ഇൻട്രസ്റ്റിംഗ് ആണ്, പലതും ഇൻട്രസ്റ്റിംഗ് അല്ല. എല്ലാം കൂടി ഒരു ഷോർട്സിലുണ്ട്. എന്നാൽ എൻ്റെ ഗാർഡനിൽ ഒരുപാടുണ്ട്. പക്ഷെ ലോങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്.
ലോൺ കണ്ടാൽ എന്തായാലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, ഇൻഫർമേഷൻ, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയും കൃഷി രീതികളെ പറ്റിയും ജൈവവളങ്ങൾ ഉണ്ടാക്കണമെന്ന് 2 എണ്ണം ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. താല്പര്യമുള്ളവർക്ക് മറ്റു വീഡിയോസ് പലതും കാണാം. എന്തെങ്കിലും ഇൻഫർമേഷൻ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ്, വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് എൻ്റെ എഫേർട്ട് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ചകിരി മാറ്റി പൊളിക്കുന്നത് വീണ്ടും നിങ്ങൾക്ക് കാണാം. ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ ചകിരി ഇപ്പോൾ 4 പീസായിട്ട് ഒറ്റ സെറ്റായിട്ട് അങ്ങ് അടർത്തി കളയാണ്. 3 കുത്തി അടർത്തി കഴിഞ്ഞാൽ ലിവർ വലിച്ചു കഴിഞ്ഞാൽ 4 പീസായിട്ട് വരും. ആ പ്രോസസ്സ് കാണാം. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഷെൽ ഓഫ് കോക്കനട്ട്, ഔട്ടർ ഷെല്ല് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ഇന്നർ ഷെല്ലുള്ള സീഡ് കിട്ടും. ആ സീഡാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം വേണമെങ്കിൽ വെട്ടി ഉണക്കി ആ കൊപ്ര അടർത്തിയെടുത്ത് ആട്ടി എണ്ണ എടുക്കാം. അങ്ങനെ ഓയിൽ വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, ഫ്രഷ് ഓയിൽ. അപ്പോൾ അതും പറ്റും. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം കുറച്ച് ഉണക്കി ആട്ടി വീട്ടാവശ്യത്തിനുള്ള എണ്ണ, നല്ല പരിശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഏകദേശം 1 കൊല്ലം ഓടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം സമ്മറിൽ ഒരു 6-7 മാസം കഴിയുമ്പോൾ സമ്മറിൽ വീണ്ടും ഒരു 50-100 നാളികേരം വെട്ടി ഉണക്കി കൊപ്രയാക്കി എണ്ണയാക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.